ജനുവരി 26 ഇന്ത്യയൊട്ടാകെ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. അന്നത്തെ ഓരോ ചടങ്ങുകളും ആഘോഷങ്ങൾക്കുമുള്ള വൻ തയ്യാറെടുപ്പിലാണ് കേന്ദ്രം ഇപ്പോൾ. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി ഉണ്ടാകും. ഇത്തവണ ആ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ്. എങ്ങനെയാണ് റിപ്പബ്ലിക് ദിനത്തിലെ അതിഥിയുടെ ആ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് അതിഥിയുടെ ക്ഷണത്തിന് മുന്നോടിയായി ശ്രദ്ധിക്കേണ്ടത്? മുഖ്യ അതിഥിയായി ആദ്യം നിശ്ചയിച്ചിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അസൗകര്യം മൂലമാണ് മക്രോണിന് ക്ഷണം ലഭിച്ചത്. മക്രോൺ റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന 6ാമത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന സ്ഥാനവും കൈക്കൊള്ളുന്നുണ്ട്. ഇന്ത്യ ഉത്തമ പരിഗണന നൽകുന്ന നയതന്ത്ര പങ്കാളി എന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ ആദ്യം തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അസൗകര്യമാണ് ഫ്രഞ്ച് പ്രസിഡന്റിലേക്ക് നയിച്ചത്. രാജ്യത്ത് അതിഥിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ നിരവധി മാനദണ്ഡങ്ങളും ഘടകങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഖ്യാതിഥിയുടെ തിരഞ്ഞെടുപ്പ് വളരെ എളുപ്പത്തിൽ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. നീണ്ട 6 മാസത്തെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളുമാണ് കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് നടത്തുന്നത്. നിരവധി ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യാതിഥിയെ തീരുമാനിക്കുന്നതിന് മുൻപായി വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നത്. ഇവയിൽ ഏറ്റവും പ്രാധാന്യം മുഖ്യാതിഥിയായി വിളിക്കുന്ന രാഷ്ട്രത്തലവനും രാജ്യവുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ വലിയ വ്യാപ്തി തന്നെയാണ്. അതിഥിയായെത്തുന്ന രാഷ്ട്രത്തലവന്റെ രാജ്യവുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതിനാണ് ചടങ്ങിൽ അതിഥിയായി ക്ഷണിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശമെന്നാണ് നിലനിൽക്കുന്ന പൊതുധാരണ തന്നെ. ഇന്ത്യയുടെ ലോകരാഷ്ട്രീയ വാണിജ്യ സൈനിക സാമ്പത്തിക നയതന്ത്ര താൽപര്യങ്ങളിൽ ഈ വരവ് സ്വാധീനിക്കുമെന്നത് ഉറപ്പു തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ക്ഷണിക്കുന്ന രാജ്യവും ചേരിചേരാ പ്രസ്ഥാനവും തമ്മിൽ ഉണ്ടായേക്കാവുന്ന ബന്ധം തന്നെയാണ്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ 1950 രാജ്യം ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിച്ചത് അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകാർണോയായിരുന്നു. അന്ന് സുകാർണോ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗം കൂടിയായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം തന്നെ. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ആരായിരിക്കണം അടുത്ത റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി എന്ന് അന്വേഷിച്ച് ധാരണയായി കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയം ആ കാര്യം പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയുടെ ഓഫീസുകളിലും അറിയിക്കുന്നതാണ് അടുത്ത നടപടി. ലഭിക്കുന്ന നിർദ്ദേശം അതത് ഓഫീസുകളിൽ നിന്നും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതത് രാജ്യത്തെ ഇന്ത്യയുടെ അംബാസിഡർമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ചുമതലയുള്ളത്. ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രത്തലവന് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെത്താൻ കഴിയുമോ എന്നത് ഉറപ്പിക്കേണ്ട ചുമതല അംബാസിഡർമാർക്കാണുള്ളത്. രാഷ്ട്രത്തലവന്മാർക്ക് നിരവധി കാര്യങ്ങൾ തിരക്കുള്ളതിനാലാണ് ഇത്തരത്തിൽ അംബാസിഡർമാരെ ഈ ചുമതല ഏൽപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന പട്ടിക ഒരു രാഷ്ട്രത്തലവന്റെ പേര് മാത്രം ഉൾക്കൊള്ളുന്നതല്ല എന്നതാണ്. ആദ്യ പരിഗണന നൽകുന്നയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനായ ഒന്നിലധികം പേരുകൾ ഉണ്ടാകും. അതേ സാഹചര്യം തന്നെയാണ് ഇത്തവണയും സംഭവിച്ചത്. ജോ ബൈഡൻ അസൗകര്യമുണ്ടായപ്പോൾ ആ സ്ഥാനത്തേക്കാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പട്ടികയിലുണ്ടായിരുന്ന ഇമ്മാനുവൽ മക്രോണിന്റെ പേര് പരിഗണിക്കപ്പെടുന്നത്. തുടർന്ന് ഇന്ത്യ ക്ഷണിക്കുന്നുവെന്ന തീരുമാനമായത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഭൗതിക ചർച്ചകൾക്കും തുടക്കമിട്ടു. തുടർന്ന് ചീഫ് ഓഫ് പ്രോട്ടോകോളിന്റെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയുടെ യാത്രാ പരിപാടിയും ഒരുക്കേണ്ട സംവിധാനങ്ങൾക്ക് മേലുള്ള നടപടിക്കും തീരുമാനമാകും. ഇന്ത്യയിലെത്തുന്നത് മുതൽ മടങ്ങിപ്പോകുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇന്ത്യയായിരിക്കും. രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വിരുന്നൊരുക്കിയും മഹാത്മാഗാന്ധിക്ക് പൂക്കളർപ്പിച്ചുമുള്ള തുടക്കമായിരിക്കും ആദ്യമുണ്ടാവുക. ഫ്രാൻസുമായുള്ള മികച്ച നയതന്ത്ര ബന്ധമാണ് ഇത്തവണയും അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം തന്നെ. സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ഈ സന്ദർശനം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നത് ഉറപ്പു തന്നെയാണ്.